ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം. പള്ളുരുത്തി. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശ്ശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തം നാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ 1-2 പ്രാവശ്യം നടത്തി വന്നിരുന്ന താമര സദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശ്ശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്. സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണ വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ.എം. ഷാജി ഈ മാസം 20-ന് നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാ ഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണനമേളകളും സജീവമായിട്ടുണ്ട്. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം
ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ്, മറ്റ് ലെവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ V പളനിച്ചാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫാൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൗന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൗദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21 നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി 2ാം ഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലംനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.